നമസ്കാരം. ദേവസൈനിയിലേക്കും ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 15ലേക്കും സ്വാഗതം. ഇന്ന് ശകടാസുരവധം വിശദമായി കേൾക്കാം. ഭഗവാൻ ശ്രീകൃഷ്ണന് 3-ാമത്തെ മാസം പിറന്നു. അന്ന് രോഹിണി നക്ഷത്രമായിരുന്നു. അത് ഉത്സവമായി കൊണ്ടാടുന്നു. കാരണം കുട്ടി കവിഴാൻ തുടങ്ങി. അംഗപരിവർത്തനം എന്നു പറയും അതിന്. അത് നാട്ടുകാരെ അറിയിച്ച് കുട്ടിയുടെ വളർച്ചയിൽ അഭിമാനിച്ച് സന്തോഷിക്കലാണ് ഇതിൻ്റെ ഉദ്ദേശം. വാദ്യങ്ങളുണ്ടായിരുന്നു. അനേകം ഗോപീഗോപന്മാർ ക്ഷണം സ്വീകരിച്ച് എത്തിയിരുന്നു. യശോദ കുട്ടിയെ കുളിപ്പിച്ച് ഗോരോചനം മുതലായത് കൊണ്ടുള്ള കുറിക്കൂട്ട് പൊട്ടിട്ടു. ബ്രാഹ്മണർക്ക് ആഹാരം, വസ്ത്രം, മാല, പശു മുതലായ ദാനം ചെയ്തു. അവർ രക്ഷാബന്ധനം ചെയ്തു. കുട്ടി സുഖമായി ഉറങ്ങി. യശോദ കുട്ടിയെ മടിയിൽ നിന്ന് നീക്കി കിടക്കയിൽ കിടത്തി. യശോദ അതിഥികളെ സ്വീകരിക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തിയിരുന്നു. അപ്പോൾ അതാ കുട്ടി പൊടുന്നനെ കരയുന്നു. 2 കാലുകളും മേൽപോട്ട് എറിഞ്ഞു കരയുന്നു. അപ്പോൾ അവിടെ കുട്ടിയുടെ കാലിൻ്റെ ഭാഗത്തായി ഒരു വണ്ടി വന്നു നിന്നതായി ഊഹിക്കാൻ കഴിഞ്ഞു. ഈ കുട്ടിയുടെ കാൽ കൊണ്ടുള്ള ചവിട്ടേറ്റ് ആ വണ്ടി പൊടി പൊടിയായി. ആ വണ്ടിക്കഷ്ണങ്ങൾ തെറിച്ച് അവിടുത്തെ പിച്ചളപാത്രങ്ങൾക്ക് കേടുപറ്റി. അത് ഒരു മായാവിയായ അസുരൻ വണ്ടി രൂപത്തിൽ കുട്ടിയെ നിഗ്രഹിക്കാൻ വന്നപ്പോൾ കുട്ടിയുടെ ചവിട്ടുകൊണ്ട് അവൻ്റെ ശരീരഘടകങ്ങൾ മുറിഞ്ഞുപോയതായാണ് കണക്കാക്കാൻ സാധിച്ചത്. വണ്ടി വന്നപ്പോൾ അദൃശ്യമായിരുന്നു. മുറിഞ്ഞ കഷ്ണങ്ങൾ, അവൻ്റെ അവയവങ്ങൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നതാണ്. അവിടെ കൂടി നിന്നവർ ആശ്ചര്യം പ്രകടിപ്പിച്ചു. കണ്ണൻ്റെ പ്രായത്തിലുള്ള കുട്ടിക്ക് ഈ വണ്ടി തകർക്കാൻ സാധിക്കില്ല. അത് യാഥാർത്ഥ്യമാണ്. ബ്രാഹ്മണരെ വിളിച്ചു വരുത്തി രാക്ഷസ പിശാചാദി ബാധ ഇല്ലാതാവാൻ മന്ത്രം ചെയ്യണം എന്ന് ആശിച്ചു. അതുപ്രകാരം അവർ പുരുഷ സൂക്തം ഉച്ചരിച്ച് രക്ഷാബന്ധനം ചെയ്തു. ശക്തിമന്ത്രങ്ങൾ ജപിച്ചു. നന്ദഗോപർ ബ്രാഹ്മണർക്ക് മൃഷ്ടാന്ന ഭോജനവും പശുദാനവും നടത്തി കുട്ടിയെ അനുഗ്രഹിപ്പിച്ച് യാത്ര അയച്ചു. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ശ്രീകൃഷ്ണാവതാരം, വാമനാവതാരം, നരസിംഹാവതാരം മുതലായവ പോലെ അംശാവതാരമല്ല, പൂർണ്ണാവതാരമാണ്. അതാണ് ഇത്ര ചെറുപ്പത്തിലെ ദുഷ്ടനിഗ്രഹം അനായാസേന ആരംഭിച്ചത്. നന്ദി, നമസ്കാരം.